ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSCയുടെ ടെക്നിക്കൽ എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്നുള്ള നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന പോർഷൻസിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കേരള PSC മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ബിറ്റ് റെപ്രസെന്റ്സ് എ ഡാഷ്. ബിറ്റ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ബൈനറി ഡിജിറ്റ് ആണ്. ഇവിടെ ഓപ്ഷൻ സി ബൈനറി ഡിജിറ്റ് ആണ് കറക്റ്റ് ആൻസർ. നമുക്കറിയാം ബൈനറി ഡിജിറ്റ് എന്ന് പറയുന്നത് ബിറ്റ് എന്ന് പറയുന്നതാണ് ബൈനറി ഡിജിറ്റിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. ബിറ്റിനെ നമ്മൾ ബൈനറി ഡിജിറ്റ് എന്നാണ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അറിയപ്പെടുന്നത്. ബിറ്റ് റെപ്രസെന്റ് യൂണിറ്റ് ഓഫ് ഡിജിറ്റൽ ഇൻഫർമേഷൻ. ഇറ്റ് ക്യാൻ ബി 0 or 1, 0യോ 1ഓ ആവാം. ബിറ്റ് എന്ന് പറയുന്നത് ബൈനറി ഡിജിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ സി ബൈനറി ഡിജിറ്റ് ആണ് കറക്റ്റ് ആൻസർ. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൈനറി കോഡഡ് ഡെസിമൽ നമ്പേഴ്സ് എക്സ്പ്രസ് ഈച്ച് ഡെസിമൽ ഡിജിറ്റ് ആസ് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ബൈനറി കോഡഡ് ഡെസിമൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ബൈനറി നമ്പേഴ്സിന്റെ 4 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ്. 4 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ് BCD എന്ന് പറയുന്നത്, ബൈനറി കോഡഡ് ഡെസിമൽ. 4 ബിറ്റിന് നമ്മൾ നിബിൾ എന്നാണ് അറിയപ്പെടുന്നത്. നിബിൾ എന്നാണ് നമ്മൾ 4 ബിറ്റ് റെപ്രസെന്റേഷൻ അറിയപ്പെടുന്നത്. 8 ബിറ്റ് എന്ന് പറയുന്നത് ബൈറ്റ് എന്നറിയപ്പെടും പോലെ 8 ബിറ്റ് ബൈറ്റ് എന്നറിയപ്പെടും പോലെ 4 ബിറ്റിനെ നമ്മൾ നിബിൾ എന്നറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ബൈനറി കോഡഡ് ഡെസിമൽ നമ്പർ എക്സ്പ്രസ് ഈച്ച് ഡെസിമൽ ഡിജിറ്റ് ആസ് നിബിൾ. ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, hexadecimal can express in 1 digit what is done by following binary number of binary digit. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത് നമുക്കറിയാം ബേസ് 16 ആണ്. ഈച്ച് ബേസ് 16 ഡിജിറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ എ യൂണിക് കോമ്പിനേഷൻ ഓഫ് 4 ബിറ്റ്സ്. നമുക്കറിയാം 4 ബിറ്റ്സിന്റെ കോമ്പിനേഷൻ ആണ് ഹെക്സാഡെസിമൽ നമ്പർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ സി 4 ആണ് ആൻസർ വരുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു BCD എന്ന് പറയുന്നതും 4 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ്. അതുപോലെ തന്നെ ഹെക്സാഡെസിമൽ നമ്പർ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ഹെക്സാഡെസിമൽ നമ്പർ എന്ന് പറയുന്നതും 4 ബിറ്റിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് BCD കോഡ് എന്ന് പറയുന്നത് 0 to 9 വരെ റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ. കാരണം അത് ഡെസിമലിന്റെ റെപ്രസെന്റേഷൻ ആണ്. ഹെക്സാഡെസിമൽ നമ്പേഴ്സ് പക്ഷേ 0 മുതൽ 15 വരെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതിൽ 0 to 9 വരെ 0 to 9 എന്ന് തന്നെ എക്സ്പ്രസ് ചെയ്യുന്നു. ദെൻ 10 മുതൽ 15 വരെ 10, 11, 12, 13, 14, 15 ഈ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്തത് ഹെക്സാഡെസിമലില് A, B, C, D, E, F ഈ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഹെക്സാഡെസിമൽ ക്യാൻ എക്സ്പ്രസ് ഇൻ 1 ഡിജിറ്റ് വാട്ട് ഈസ് ഡൺ ബൈ ഫോളോയിങ് ബൈനറി നമ്പേഴ്സ്. ഒറ്റ ഡിജിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ 4 ബിറ്റ് ബൈനറി നമ്പർ ആയിട്ടാണ് ഹെക്സാഡെസിമൽ റെപ്രസെന്റ് ചെയ്യുക. Moving on to the next question, BCD numbers are useful whenever dash information is transferred into or out a digital system. BCD numbers എന്ന് പറയുന്നത് നമുക്കറിയാം ഡെസിമൽ നമ്പറിന്റെ 4 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. BCD allow for more എന്താണ്, സ്ട്രെയിറ്റ് ഫോർവേഡ് റെപ്രസെന്റേഷൻ ഓഫ് ഡെസിമൽ. ഡെസിമലിന്റെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു 4 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ് BCDയിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സിസ്റ്റത്തിലേക്ക് BCD കോഡ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിൽ എടുക്കാൻ പറ്റുന്നത് ഡെസിമൽ വാല്യൂസ് ഇന്നും ഡെസിമൽ വാല്യൂസ് ഔട്ട് ആയിട്ട് എടുക്കുന്ന ഒരു സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, BCD റെപ്രസെന്റേഷൻ ആയിരിക്കും. എക്സാമ്പിൾ നമ്മൾ കാൽക്കുലേറ്റേഴ്സിൽ, സയന്റിഫിക് ഇൻസ്ട്രുമെന്റ്സിൽ, റിയൽ ടൈം ക്ലോക്ക് സർക്യൂട്ട്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നമ്പർ സിസ്റ്റം ആണ് BCD കോഡ്. അത് ഡെസിമലിന്റെ 4 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ്. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബൈനറി ഇക്വലന്റ് ഓഫ് ഒക്ടൽ നമ്പർ 13.54. 13.54 എന്ന് പറയുന്നത് ഇവിടെ ഒരു ഒക്ടൽ നമ്പർ ആണ്. ഈ ഒക്ടൽ നമ്പറിന്റെ ബൈനറി ഇക്വലന്റ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ബൈനറി ഇക്വലന്റ് ഓഫ് ഒക്ടൽ എന്ന് പറയുന്നത്, ഒക്ടൽ എന്ന് പറയുന്നത് ബൈനറിയുടെ 3 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ്. 3 ബിറ്റ് റെപ്രസെന്റേഷൻ ആവുമ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 ബിറ്റ്സ് എഴുതുക. ഇവിടെയും 8421 കോഡ് യൂസ് ചെയ്തിട്ട് 1, 3,
0.54. ഇതിൽ തന്നെ 1 എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്. 1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പൊസിഷനിൽ 1 വരും. ദെൻ 3 ബിറ്റ് റെപ്രസെന്റേഷൻ ആകുമ്പോൾ 001. ദെൻ 3ക്ക് പകരം നമുക്ക് 011, 5ന് പകരം 101, 4ന് പകരം 100. ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇവിടെ ഒരു ഡോട്ട് ഉണ്ട്. ലെഫ്റ്റ് സൈഡിലേക്കുള്ള 0 നമുക്കറിയാം വാലിഡ് അല്ല. അതുകൊണ്ട് തന്നെ 1011.1011. ഈ റൈറ്റ് സൈഡിൽ ഒരു ഡെസിമൽ പോയിന്റിന്റെ റൈറ്റ് സൈഡിലേക്കുള്ള സീറോസും വാലിഡ് അല്ല, ലെഫ്റ്റ് സൈഡിലേക്കുള്ള സീറോസും വാലിഡ് അല്ല. അതുകൊണ്ട് ഇതിന്റെ ആൻസർ 1011.1011. ഈ ഓപ്ഷൻ എവിടെയാ വരിക? നമ്മുടെ ഓപ്ഷൻ എ എന്ന് പറയുന്നതാണ് ഇവിടെ റൈറ്റ് ആൻസർ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബൈനറി കോഡ് ഫോർ 73. 73 എന്ന് പറയുന്നത് ഇതിന്റെ ബൈനറി റെപ്രസെന്റേഷൻ എന്താണ്? ഇത് ഏത് റാഡിക്സ് ആണെന്ന് ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടില്ല. നമുക്കത് ഡെസിമൽ ആണെന്ന് അസ്യൂം ചെയ്യാം. ഡെസിമൽ കോഡായിട്ടുള്ള 73യുടെ ബൈനറി റെപ്രസെന്റേഷൻ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ബൈനറിയിലേക്ക് നമ്മൾ ഡെസിമലിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിവിഷൻ മെത്തേഡാണ്. സക്സസീവ് ഡിവിഷനും സക്സസീവ് മൾട്ടിപ്ലിക്കേഷനുമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡെസിമൽ പോയിന്റിന് റൈറ്റ് സൈഡിലേക്കുള്ള നമ്പേഴ്സിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സക്സസീവ് മൾട്ടിപ്ലിക്കേഷനും, ഡെസിമൽ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള, ഇവിടെ നമുക്ക് ഡെസിമൽ പോയിന്റ് ഇല്ല, അതിന് ലെഫ്റ്റ് സൈഡിലേക്കുള്ള നമ്പർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സക്സസീവ് ഡിവിഷൻ ചെയ്യാൻ പറ്റും. സക്സസീവ് ഡിവിഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാ കിട്ടുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ നമ്മൾ കോഷ്യന്റ് ഇവിടെ എഴുതുക, റിമൈൻഡർ 1 ഇവിടെ എഴുതി. ദെൻ പിന്നെയും ചെയ്യുമ്പോൾ 2 കൊണ്ട് പിന്നെയും ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെയും നമുക്ക് കോഷ്യന്റ് 18 താഴെ എഴുതി, റിമൈൻഡർ ഇവിടെ 0 ആണ്. ദെൻ പിന്നെയും ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യന്റ് ഇവിടെ എഴുതി, റിമൈൻഡർ ഇവിടെ എഴുതി. ദെൻ ഫർദർ ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ സക്സസീവ് ഡിവിഷൻ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ റിമൈൻഡർ നമ്മൾ ഇവിടെ എഴുതി. ദെൻ പിന്നെയും ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ ഇവിടെ എഴുതുക. ദെൻ ലാസ്റ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് ഡൗൺ ടു അപ്പ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ആരോ കൊടുക്കുക. ദെൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എന്ന് പറയുമ്പോൾ അപ്പോൾ 1001001 ഇതായിരിക്കും. ഇവിടെ ഓപ്ഷനിൽ ഓപ്ഷൻ ഡി 1001. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഗ്രേ കോഡ് ഓഫ് ഡെസിമൽ 7. ഇവിടെ ഡെസിമൽ 7ന്റെ ഗ്രേ കോഡ് എന്തെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആദ്യം ഡെസിമൽ ആയിട്ടുള്ള 7നെ നമ്മൾ ബൈനറി ആക്കി കൺവേർട്ട് ചെയ്യുക. ബൈനറി ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 8421 കോഡ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ എങ്ങനെയാ കിട്ടുക? 0111 ഇതായിരിക്കും 7 എന്ന് പറയുന്ന ബിറ്റിന്റെ ബൈനറി റെപ്രസെന്റേഷൻ. അപ്പൊ 0111 എന്നുള്ള നമ്പറിനെ ഗ്രേ ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ലെറ്റർ അതുപോലെ തന്നെ എഴുതുക. ദെൻ ഇത് രണ്ടും കൂടെ എക്സോർ ചെയ്യുക. എക്സോർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? ഇൻപുട്ട് 00011011 ഇങ്ങനെ വരുമ്പോൾ ഔട്ട്പുട്ട് 0110 ഇങ്ങനെയായിരിക്കും ഔട്ട്പുട്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻപുട്സ് വരുമ്പോൾ മാത്രം ഹൈയും ഒരേപോലത്തെ ഇൻപുട്സ് വരുമ്പോൾ ലോയും ആയിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ എക്സോർ ആണ് ചെയ്യുക. ഫസ്റ്റ് ലെറ്റർ അതുപോലെ തന്നെ എഴുതി. ദെൻ 0 എക്സോർ 1 എന്ന് പറയുന്നത് 1 കിട്ടും. ദെൻ 1 എക്സോർ 1 എന്ന് പറയുന്നത് 0 കിട്ടും. 1 എക്സോർ 1 എന്ന് പറയുന്നത് 0 കിട്ടും. ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് 0100 എന്നാണ്. ഇവിടെ ആൻസർ ഓപ്ഷൻ സി 0100 ആണ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് 1100 is divided by 110, the remainder is. ഈ ക്വസ്റ്റ്യനിൽ ഡിവിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ബൈനറി ഡിവിഷൻ ആണ്. ഇത് നമുക്ക് ആദ്യം ഈ ബൈനറി നമ്പേഴ്സിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. ദെൻ എന്ത് ചെയ്യാൻ പറ്റും? ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്ത ശേഷം ഡിവിഷൻ നടത്താം. എന്നിട്ട് പിന്നെ ബാക്ക് ടു ബൈനറി ആക്കാൻ പറ്റും. അപ്പോൾ ഈ നമ്പർ എന്ന് പറയുന്നതിന്റെ ഡെസിമൽ ഇക്വലന്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബൈനറിയെ ഡെസിമൽ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 8421 ദെൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാക്കി നമ്പേഴ്സും കൂടെ എഴുതുമ്പോൾ 16, 32, 64, 128 ഇത്രയും ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ ആ കറസ്പോണ്ടിങ് നമ്പേഴ്സ് എഴുതി നോക്കുകയാണെങ്കിൽ 1100 1101 എന്നിട്ട് 0th പൊസിഷനിൽ വരുന്നതിന്റെ വെയിറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പൊസിഷണൽ വെയിറ്റ് സിസ്റ്റം വെച്ചിട്ടാണ് ബൈനറിയെ ഡെസിമൽ ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. 0 അല്ലാത്തതിന്റെ എല്ലാം സം ചെയ്യുക. 128
പ്ലസ് 64 പ്ലസ് 8 പ്ലസ് 4 പ്ലസ് 1 എന്ന് കിട്ടും. അപ്പൊ അതിൽ നമുക്ക് ആൻസർ വരുന്നത് 205 എന്നാണ്. 205 എന്ന് കിട്ടും. 205 ആണ് ഇതിന്റെ ഡെസിമൽ ഇക്വലന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 110 എന്ന് പറയുന്നതിന്റെ ഡെസിമൽ ഇക്വലന്റ് എന്ന് പറയുന്നത് 6 ആണ്. നമ്മൾ നോക്കിയാൽ അറിയാം 8421. അതിൽ 4ഉം 2 4 പ്ലസ് 2 6 കിട്ടും. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ 205നെ നമ്മൾ ഈ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 18 വരും. ദെൻ റിമൈൻഡർ 25 വരും. ദെൻ 4 കൊണ്ട് ചെയ്യാൻ പറ്റും. ദെൻ 24 കിട്ടും. ദെൻ റിമൈൻഡർ 1 കിട്ടും. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? റിമൈൻഡർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 205നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ് റിമൈൻഡർ കിട്ടിയിരിക്കുന്നത്. 1 എന്ന് പറയുന്നത് നമ്മൾ ഡെസിമലിലും ബൈനറിയിലും ഹെക്സിലും ഒക്ടലിലും ഒക്കെ 1 തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ സംശയിക്കാതെ ആൻസർ എന്താന്ന് പറയാം. ഓപ്ഷൻ ഡി 1 ആണ് ആൻസർ എന്ന് പറയാൻ പറ്റും. Moving on to the next question. In a digital representation of voltages using an 8-bit binary code, how many values can be defined? അതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു 8-bit ബൈനറി കോഡിനെ റെപ്രസെന്റ് ചെയ്യുകയാണ് എങ്കിൽ എത്ര ബിറ്റ് ഔട്ട്പുട്ടിൽ ഉണ്ടാവും എന്നാണ്. നമുക്കറിയാം ഇൻ എ ഡിജിറ്റൽ റെപ്രസെന്റേഷൻ ഓഫ് വോൾട്ടേജസ് യൂസിങ് 8-bit ബൈനറി കോഡ്. 8-bit ബൈനറി കോഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈച്ച് ബിറ്റ് ക്യാൻ ബി എന്തായിരിക്കും? ഹാവ് 2 വാല്യൂസ്. എന്തൊക്കെയായിരിക്കും ആ 2 വാല്യൂസ്? 0 or 1. ഓരോ ബിറ്റും 0 അല്ലെങ്കിൽ 1 ഏതെങ്കിലും ഒന്നിനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദ നമ്പർ ഓഫ് വാല്യൂസ് ദാറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ n ബിറ്റ്. n ബിറ്റ് എന്ന് പറയുന്നതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 2n എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും. ഇവിടെ എത്ര ബിറ്റ് ആണ് പറയുന്നത്? 8 ബിറ്റ് ആണ് പറയുന്നത്. അപ്പൊ 2^8 എന്ന് പറയുന്നത് 256 ആണ്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് 256. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. Moving on to the next question. If 1100 is divided by 110, the quotient is. ഇത് നമ്മൾ കറക്റ്റ് കഴിഞ്ഞൊരു ക്വസ്റ്റ്യന്റെ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമുക്ക് ആകെ ഡിഫറൻസ് ആ നമ്പേഴ്സിലെ ഒരു ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഡിവൈഡഡ് ബൈ 110. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 110 ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് 6 ആണ് റെപ്രസെന്റ് ചെയ്യുക. 8421 4 plus 2 6 വരും. അപ്പൊ ഇത് 6 ആണ്. ഈ നമ്പറിനെ 1100 എന്ന് പറയുന്ന നമ്പറിനെ എന്ത് ചെയ്യണം? നമ്മൾ കൺവേർട്ട് ചെയ്യണം. കൺവേർഷൻ നടത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈസി ആയിട്ട് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ആ വെയ്റ്റ്സ് എഴുതി നോക്കുക. 4, 8, 16, 32, 64, then 128. ഇത്രയാണ് വരിക. അപ്പൊ നമ്മൾ ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഴുതുമ്പോൾ 128 പ്ലസ് 0 വരുന്ന പൊസിഷനിൽ നമ്മൾ വെയിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്കി വെയിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ 64 പ്ലസ് 8 പ്ലസ് 4 ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് നമ്പർ എന്താ വരിക? 204 എന്ന് വരും. 204 എന്ന് വരും ആൻസർ. അപ്പൊ ഈ 204നെ നമ്മൾ എന്ത് ചെയ്യുക? 204നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 3 കൊണ്ട് ചെയ്യുമ്പോൾ 18 വരും. ദെൻ റിമൈൻഡർ 2 വരും. 4 താഴത്തേക്ക് വന്നു കഴിയുമ്പോൾ 4 കൊണ്ട് ചെയ്യാൻ പറ്റും. 4 കൊണ്ട് ചെയ്യുമ്പോൾ 24 കിട്ടും. ദെൻ റിമൈൻഡർ 0 കിട്ടും. ഇവിടെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ റിമൈൻഡർ ആയിരുന്നു ചോദിച്ചിരുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. കോഷ്യന്റ് ആണോ റിമൈൻഡർ ആണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതെന്ന്. ഇവിടെ കോഷ്യന്റ് ആണ്. ഇവിടുത്തെ കോഷ്യന്റ് എന്താണ്? 34 ആണ്. 34 എന്ന് പറയുന്നത് ഡെസിമൽ ആണ്. ആ ഡെസിമലിനെ നമ്മൾ എന്താക്കണം? ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഡെസിമലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? നമുക്കറിയാം ഡെസിമൽ എന്ന് പറയുന്നതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുക. സക്സസീവ് ഡിവിഷൻ ആണ് ഇവിടെ ചെയ്യുക. അപ്പോൾ 34 എന്ന് പറയുന്ന നമ്പറിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി കണ്ടുപിടിക്കാൻ 2 കൊണ്ട് റാഡിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ 17 വരും. കോഷ്യന്റ് 17, റിമൈൻഡർ 0 വരും. ദെൻ 2 കൊണ്ട് ചെയ്യാം. അപ്പോൾ 8 വരും. റിമൈൻഡർ ഇവിടെ 1 വരും. ദെൻ 2 കൊണ്ട് ചെയ്യാം. ദെൻ റിമൈൻഡർ 0. ദെൻ 2 കൊണ്ട് ചെയ്യാം. റിമൈൻഡർ 0. ദെൻ ഇവിടെയും 2 കൊണ്ട് ചെയ്യാം. റിമൈൻഡർ 0. ദെൻ ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ നമ്പർ 34ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി 100010. ഇതാണ് ബൈനറി റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്.
അപ്പൊ നമുക്ക് ഇത് ഏതെങ്കിലും ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഓപ്ഷൻ സി എന്ന് പറയുന്നത് 10010 ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.